2022 പുറത്തിറങ്ങിയ ചലച്ചിത്രം ക്രിസ്മസ് കരോളിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് വോൾവോവിന്റെ സഹോദരൻ ഇൽവുവിന് നേരെ തന്നെ സംശയങ്ങൾ ഉയരുന്ന തരത്തിലായിരുന്നു. സാൻഹുവാനെ തള്ളിയിട്ട് ആരോപണ വിധേയനായ ഇൽവു ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി. ഇതേ സമയം മറ്റൊരു വശത്ത് ഹാനാകട്ടെ ബാങ് ചൂൻ എന്ന് പേരുള്ള പുതിയൊരു ഇൻമേറ്റിനെ ബ്രൂട്ടലായി മർദ്ദിക്കുകയായിരുന്നു. പക്ഷേ ബോങ് ചൂൻ ഭയന്നില്ല. ഹാനിനെ നോക്കിക്കൊണ്ട് സാൻഹുവാനുമായുള്ള ഹാനിന്റെ രഹസ്യ സീക്രട്ടൊക്കെ തനിക്കറിയാം. തന്നെ മർദ്ദിച്ചാൽ ഉപദ്രവിച്ചാൽ താനത് പുറത്തുവിടും എന്ന് പറഞ്ഞവൻ ഹാനിനെ ഭീഷണിപ്പെടുത്തി. അതോടെ ഭയന്ന് ഹാൻ പിന്മാറി. പിന്നാലെ ഹാൻ ബോങ് ചൂനിനെ സെല്ലിലേക്ക് എത്തിച്ചു. പക്ഷേ കടന്നു ചെന്നപാടെ സെല്ലിനകത്തുണ്ടായിരുന്ന ഒരു ഇൻമേറ്റിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ബോങ് ചാൻ ചെയ്തത്. ഹാൻ അത് നോക്കി നിന്നതല്ലാതെ ഒന്നും പ്രവർത്തിച്ചതേയില്ല. ബോങ് ചൂൻ ആക്രമണം നിർത്തിയപ്പോൾ പരിക്കേറ്റ ഇൻമേറ്റിനെ ഹാൻ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ബോങ് ചാൻ വന്ന് ഇൽവുവുമായി ഹായ് പറഞ്ഞു. അവർ തമ്മിൽ പണ്ട് തൊട്ടേ പരിചയമുണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തിൽ ബോങ് ചൂൻ മറ്റൊരു ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. ജാഹുവിന്റെ റിക്വസ്റ്റ് പ്രകാരം പണക്കാരനും വക്കീലുമായ ജാഹുവിന്റെ അച്ഛനായിരുന്നു അവനെ അങ്ങോട്ടേക്ക് എത്തിച്ചത്. തനിക്ക് വേണ്ടി ഇൽവുവിനെ ബോങ് ചൂൻ ഇല്ലാതാക്കട്ടെ എന്നതായിരുന്നു ജാഹുവിന്റെ പദ്ധതി. ജാഹുൻ ഇത് തന്റെ കൂട്ടാളികളുമായി ചർച്ച ചെയ്യുമ്പോൾ അവിടുണ്ടായിരുന്ന സാൻഹുവാൻ അത് കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഇൽവുവിനടുത്തെത്തിയ സാൻഹുവാൻ ആ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. തലേ ദിവസം തന്നോട് ഒരു ശത്രുവിനോടെന്ന പോലെ പെരുമാറിയിട്ട് ആരോപണം ഉന്നയിച്ചിട്ട് ഇപ്പോൾ സാൻഹുവാൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്താണ് എന്ന് ഇൽവുവിന് തോന്നിയിരുന്നു. എന്നിരുന്നാലും ആ അവസരം ഉപയോഗിച്ച് വോൾവുവിന്റെ മരണത്തെപ്പറ്റി സാൻഹുവാൻ ചോദ്യം ചെയ്തു. ആ ക്രിസ്മസ് ഈവിൽ അവനെ ജോലിക്ക് പോവാൻ നീ അനുവദിച്ചത് എന്തിനാണ് എന്ന് ഇൽവു സാൻഹുവാനോട് ചോദിച്ചു. ദേഷ്യത്തിൽ അവനെ തല്ലാനും കൈയോങ്ങി. ആ സമയം തന്റെ തന്നെ പാസ്റ്റ് ഇൽവുവിന്റെ ഓർമ്മയിലേക്ക് വന്നു. ഇൽവുവും ബോങ് ചൂനും ഒന്നിച്ച് പണ്ടൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. പണത്തിനു വേണ്ടി ആളുകളെ തല്ലാനും കൊല്ലാനും അവരെന്നിറങ്ങി പുറപ്പെട്ടിരുന്നു. സാൻഹുവാനെ തല്ലിയാലും അവനെന്തറിയാനാണ് എന്ന് തിരിച്ചറിഞ്ഞ ഇൽവു ആ നീക്കത്തിൽ നിന്നും പിന്മാറി. പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാൻഹുവാനെയും മറ്റ് ഇൻമേറ്റ്സിനെയും സംരക്ഷിക്കണം എന്നും ആ നിമിഷം അവന് തോന്നി. തനിക്കറിയാവുന്ന കാര്യങ്ങൾ സാൻഹുവാൻ ഇൽവുവിനോട് തുറന്നു പറഞ്ഞു. അന്ന് ക്രിസ്മസ് രാത്രിയിൽ ഇൽവുവിനെയും പ്രതീക്ഷിച്ച് വോൾവോവും സാൻഹുവാനും ഒരു റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇൽവു വരികയോ ഫോൺ ചെയ്തിട്ട് കോൾ എടുക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. സാൻഹുവാൻ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും വോൾവു ജോലിക്ക് പോകണമെന്ന് പറയുകയും അതിനായി പോവുകയും ചെയ്തു. ചിലവിന് പണം വേണം എന്നായിരുന്നു അവൻ കാരണം പറഞ്ഞത്. തന്റെ സഹോദരൻ ഇൽവു തനിക്കും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെടുന്നത് വോൾവുവിനെ കണ്ടു നിൽക്കാനാവുമായിരുന്നില്ല. അവന് സഹായമാകണം എന്നായിരുന്നു അവൻ കരുതിയിരുന്നതും. പറയുന്ന കൂട്ടത്തിൽ ഇൽവുവിനെ കൊല്ലാൻ ഉദ്ദേശിച്ച് ബോങ് ചൂനിനെ അടക്കം ഡിറ്റൻഷൻ സെന്ററിലേക്ക് ജാഹുൻ കൊണ്ടുവന്നെങ്കിലും ജാഹുനാണ് വോൾവുവിനെ കൊന്നത് എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും അവൻ കൂട്ടിച്ചേർത്തു. തന്റെ സുരക്ഷ അവൻ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലായതും ഇൽവു സാൻഹുവാനെയും പീഡനം അനുഭവിക്കുന്ന മറ്റുള്ളവരെയും സംരക്ഷിക്കണം, ഒന്നിച്ചു നിന്ന് വയലൻസ് പ്രവർത്തിക്കുന്നവർക്കെതിരെ പ്രതികരിക്കണം എന്ന് തീരുമാനിച്ചു. ബോങ് ചൂൻ തന്റെ ആക്രമണം തുടങ്ങി. ഇൽവുവും അതിൽ പെടുകയുണ്ടായി. ആ സമയം വേദനയുടെ ഞരക്കങ്ങൾ അടുത്ത മുറിയിൽ നിന്ന് വരുന്നത് അവൻ ശ്രദ്ധിച്ചു. ബോങ് ചൂന്റെ തല്ലുകൊണ്ട് മറ്റൊരു പ്രശ്നറായിരുന്നു അത്. ഇൽവു അവനടുത്തെത്തി. അവൻ കഷ്ടപ്പെടുന്ന കണ്ടതും ഇൽവു അവനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ ചെയ്തു കൊടുത്തു. പണ്ട് ജാഹുവിന്റെ കയ്യാളായിരുന്ന വ്യക്തിയായിരുന്നു ആ പയ്യൻ. ഇൽവു അവനെ ട്രീറ്റ് ചെയ്യുമ്പോൾ താൻ ജാഹുവിന്റെ കയ്യാളായിരുന്നെങ്കിലും ക്രിസ്മസ് ഈവിൽ വോൾവുവിനെ തല്ലിയതുമായി ബന്ധപ്പെട്ടോ അവന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടോ തനിക്കൊരു പങ്കുമില്ല എന്നവൻ ഇൽവുവിനോട് പറഞ്ഞു. ഇൽവു മറുപടിയൊന്നും പറഞ്ഞില്ല. ആ പയ്യന്റെ ട്രീറ്റ്മെന്റുകൾ മാത്രം നടത്തി. അന്ന് രാത്രിയിൽ സെല്ലിലേക്ക് നടക്കുമ്പോൾ വോൾവു കൊല്ലപ്പെട്ട രാത്രി അവൻ തന്നെ ഫോൺ ചെയ്തത് ഇൽവു ഓർത്തു. വോൾവു ഇൽവുവിനെ ഫോൺ ചെയ്ത് നിന്നപ്പോഴായിരുന്നു ജാഹുനും സംഘവും കടയിലെത്തുന്നത്. CCTV മറച്ചവർ വോൾവുവിനെ ശക്തമായി ആക്രമിച്ചു. വോൾവു കാര്യങ്ങൾ പോലീസിലും മറ്റും റിപ്പോർട്ട് ചെയ്യാതിരിക്കാനായിരുന്നു അത്. അതിന്റെ ശബ്ദവും മറ്റും ഫോണിലൂടെ ഇൽവു കേൾക്കുകയും ചെയ്തിരുന്നു. ആ ഓർമ്മകൾ ഇൽവുവിന്റെ പ്രതികാര ബുദ്ധിയെ വീണ്ടും ആളിക്കത്തിച്ചു. ഇൽവു ചോയുടെ മുറിയിലെത്തി. വോൾവുവിനെതിരെ പ്രതികാരം തീർക്കുവാൻ തന്നെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. തനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ജാഹൂനും സംഘവും വാൾവുവിനെ മർദ്ദിച്ചതുമെല്ലാം ഇൽവു ചോയോട് പറഞ്ഞു. ഒക്കെ കേട്ടുകഴിഞ്ഞതും ചോ ഇൽവുവിനെ സഹായിക്കാമെന്നേറ്റു. ആ ഫെസിലിറ്റിയിലെ എല്ലാ മുറിയിലേക്കുമുള്ള താക്കോൽ ചോ ഇൽവുവിന് കൊടുത്തു. അതിൽ നിന്നും ഒരു താക്കോൽ മാത്രമായിരുന്നു ഇൽവു എടുത്തത്. ആ താക്കോലും എടുത്ത് ലോണ്ടറിയുടെ അടുത്തുള്ള മുറിയിലേക്ക് ഇൽവു ചെന്നു. അങ്ങോട്ടേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേകതരം ഞരക്കവും മുരൾച്ചയും ഇൽവു കേട്ടു. അതവന്റെ വോൾവുവിനെ പറ്റിയുള്ള ഓർമ്മകളെ ആളിക്കത്തിച്ചു. വോൾവു മരിക്കുന്നതിനു മുമ്പ് ഒരു രാത്രിയിൽ അസ്വസ്ഥതയോടെ അവനതുപോലെ മുരളുന്നതും മറ്റും
ഇൽവു കേട്ടിരുന്നു. ഇൽവു എന്ന് വോൾവുവിനോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ വോൾവു ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുകയുമായിരുന്നു ചെയ്തത്. നിനക്ക് വേദനയൊന്നുമില്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ കിടന്ന് മുരളുന്നത് എന്നായിരുന്നു ഇൽവു എന്ന് വോൾവുവിനോട് മറുപടിയായി ചോദിച്ചത്. ഇൽവു മുരൾച്ചയും ഞരക്കവും കേൾക്കുന്നിടത്തേക്ക് കടന്നു ചെന്ന് നോക്കി. കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഹാൻ സാൻഹുവാനെ പീഡിപ്പിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു ചെന്നി അവൻ സ്റ്റൺ ഗൺ ഉപയോഗിച്ച് ഹാനെ ആക്രമിച്ചു. തന്റെ ഉള്ളിലെ കലി മുഴുവൻ ഹാനിന്റെ ദേഹത്ത് അവൻ തീർത്തു. വോൾവുവിന്റെ മുരൾച്ചയും മറ്റും എന്തുകൊണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ വൈകിയതിലുള്ള കുറ്റബോധം പോലും അവന്റെ ആ ദേഷ്യത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. തന്റെ സംശയങ്ങൾ ശരിയാണോ എന്നുറപ്പിക്കുവാൻ ഇൽവു സാൻഹുവാനെ ചോദ്യം ചെയ്തു. വോൾവു പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് സാൻഹുവാൻ സമ്മതിച്ചു. തന്റെ പ്രശ്നങ്ങൾ ഇൽവുവിനെ അറിയിച്ച് അവനൊരു ഭാരമാവരുത് എന്ന് ചിന്തിച്ചാണ് വോൾവുവും താനുമടക്കം ഒക്കെയും മറച്ചു വെച്ചിരുന്നത് എന്നും സാൻഹുവാൻ കൂട്ടിച്ചേർത്തു. കുറ്റബോധത്താൽ മുഴുകി ഇൽവു ദേഷ്യം കൊണ്ട് വിറച്ചു. ഇൽവുവിനെ പോലുള്ള ഒരു സഹോദരനാണ് കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ വാൾവുവിന്റെ സ്ഥാനത്ത് താനാണെങ്കിലും ഇതൊന്നും ഇൽവുവിനോട് പറയുമായിരുന്നില്ല എന്ന് സാൻഹുവാൻ പറഞ്ഞതോടെ ഇൽവു ഒന്ന് തണുത്തു. വോൾവുവിന്റെ മരണം നടന്ന ദിവസത്തെ രാത്രിയെപ്പറ്റി ഇൽവു വീണ്ടും ചിന്തിച്ചു. അന്ന് ഇൽവു ആക്രമണപരമായ ഒരു ജോലിയിലായിരുന്നു. ഒഴിയാൻ മടിച്ചു നിന്ന റെസിഡൻസിനെ ആക്രമിച്ചൊഴിവാക്കുന്ന ജോലി. 2 ഷിഫ്റ്റിൽ ജോലി ചെയ്താൽ കൂടുതൽ പണം കിട്ടും എന്നതിനാൽ ഇൽവു ബോസിന് വേണ്ടി വർക്ക് തുടർന്നു. അതിന്റെ പേരിൽ വലിയൊരു പാരിതോഷികം ലഭിക്കുകയും ചെയ്തു. ഫാമിലിക്ക് വേണ്ടി പണം സമ്പാദിക്കുക മാത്രമായിരുന്നു ഇൽവുവിന്റെ ലക്ഷ്യം. തിരികെ വരുമ്പോഴാണ് വോൾവുവിനോട് കാണാമെന്ന് പറഞ്ഞത് അവൻ ഓർത്തത്. ഇൽവു വോൾവുവിനെ ഫോൺ ചെയ്തു. അപ്പോഴായിരുന്നു ജാഹൂനും സംഘവും കടന്നു വന്നതും അവർ വോൾവുവിനെ മർദ്ദിക്കുന്ന ശബ്ദം അവൻ കേട്ടതും ഒക്കെ ഓർത്തതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ സഹോദരനെ സംരക്ഷിക്കാൻ തനിക്ക് സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധം അവന്റെ ചങ്ക് വിടപ്പിച്ചു. അടുത്ത ദിവസം ജാഹൂനെ കാണുവാൻ ജാഹൂന്റെ അമ്മയെത്തി. അവരവനെ അടുത്ത വീക്കിൽ തന്നെ മറ്റൊരു ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റും എന്ന വിവരം അറിയിച്ചു. ആ വാർത്തയും ഹാൻ പെട്ടെന്ന് ജോലി നിർത്തിപ്പോയി എന്ന കാര്യവുമൊക്കെ ജാഹൂനെ അസ്വസ്ഥപ്പെടുത്തി. അതോടെ ജാഹൂൻ ബോങ്ചുനെ കാണുകയും ഇൽവുവിനെ കൊലപ്പെടുത്തുന്ന കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ബോങ്ചുൻ വ്യക്തമായ ഒരു കാര്യവും പ്ലാനുമൊന്നും ചെയ്തിരുന്നില്ല. അത് ജാഹൂനെ ദേഷ്യം പിടിപ്പിച്ചു. ബോങ്ചുവിന് വേണ്ടി താൻ ഒരുപാട് പണം ഇപ്പോൾ തന്നെ ചെലവാക്കിയിട്ടുണ്ടെന്നും വാക്ക് പറഞ്ഞത് പാലിക്കാതിരുന്നാൽ അതിന്റെ പ്രത്യാഘാതവും ബോങ്ചുൻ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ് ജാഹൂൻ ബോങ്ചുവിന് മേൽ തട്ടിക്കയറി. ഹാനിന്റെ തിരോധാനത്തിനും പെട്ടെന്നുള്ള ജോലി നിർത്തി പോവലിനും പിന്നിൽ സാൻഹുവാൻ ആണോ എന്ന് ജാഹൂന് സംശയം തോന്നിയിരുന്നു. അതുകൊണ്ട് സാൻഹുവാനെ ചോദ്യം ചെയ്യാൻ ജാഹൂൻ ശ്രമിച്ചു. തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു സാൻഹുവാൻ ആദ്യം പറഞ്ഞത്. ജാഹൂൻ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, പ്രൈവറ്റായി സംസാരിക്കാൻ ബാത്റൂമിലേക്ക് വരാൻ സാൻഹുവാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇൽവുവും ആ വിവരം അറിഞ്ഞു. സാൻഹുവാനോട് ജാഹൂൻ വിളിച്ചിടത്തേക്ക് പോവരുതെന്നും അത് അവന് തന്നെ അപകടമുണ്ടാവുന്ന അവസ്ഥയാകും എന്ന് പ്രത്യേകം അറിയിച്ചു. തടവുപുള്ളികളൊക്കെ കുളിക്കാൻ പോകുന്ന സമയം തെറാപ്പിക്ക് വേണ്ടി സാൻഹുവാനോട് ചോയുടെ അടുത്തേക്ക് പോവാനും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് ഇൽവു സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇൽവുവിന്റെ ഉപദേശം സാൻഹുവാൻ സ്വീകരിച്ചു. അങ്ങനെ ഇറ്റ്മേറ്റുകളുടെ ബാത്തിങ് സമയമായി. തന്റെ പ്രതികാര നടപടികൾ അന്ന് പൂർത്തിയാക്കുവാൻ ഇൽവു ഉദ്ദേശിച്ചിരുന്നു. അതിനെപ്പറ്റി ചോയോട് തലേ ദിവസം അവൻ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. 40 മിനിറ്റ് സമയത്തിനുള്ളിൽ ഒക്കെ കഴിക്കണം, ഇല്ലെങ്കിൽ ഗാർഡ്സ് അതിനോടകം അങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്ന് ചോ അവനോട് പറഞ്ഞിരുന്നു. ഇൽവുവും ജാഹൂനും അടക്കം തടവ് പുള്ളികൾ കുളിക്കാനായി ഷവർ ഏരിയയിലേക്ക് കയറി. അകത്തെത്തിയതും ജാഹൂനെയും സംഘത്തെയും മാറ്റി നിർത്തി ബാക്കിയുള്ളവരോട് പുറത്തു പോകുവാൻ ഇൽവു ആവശ്യപ്പെട്ടു. ഒടുവിൽ അവിടെ 4 പേർ മാത്രം ബാക്കിയായി. ഇൽവു മുന്നിലേക്ക് വന്ന് ജാഹൂനെ എതിരിട്ടു. അവരാണോ വോൾവുവിനെ കൊന്നതെന്നും വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ടത് എന്നും ഇൽവു അവനെ ചോദ്യം ചെയ്തു. ജാഹൂൻ അവിടുള്ള കണ്ണാടി തല്ലിപ്പൊട്ടിച്ച് അതിന്റെ ഒരു ചിൽപീസും എടുത്തു വന്നായിരുന്നു അതിന് മറുപടി പറഞ്ഞത്. വോൾവുവിനോട് താൻ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും തനിക്ക് ഒരു കുറ്റബോധവുമില്ല എന്നായിരുന്നു ജാഹൂൻ പറഞ്ഞത്. ഇതേ സമയം ചോയുടെ റൂമിൽ സാൻഹുവാനും ചോയും തെറാപ്പി സെഷനിലായിരുന്നു. ഇരുവരും ഇൽവുവിന്റെ പദ്ധതിയെപ്പറ്റി ആലോചിച്ച ടെൻഷനിലുമാണ്. സമയം കളയുവാൻ ചോ അവനോട് കുറച്ച് തെറാപ്പി ഡ്രോയിങ്സുകൾ വരയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. അവൻ വരച്ചത് ഒരു റെഡ് ട്രയാങ്കിളും ഒരു ബ്ലാക്ക് സർക്കിളുമായിരുന്നു. താനെന്ന വ്യക്തിയുടെ വീക്ക്നെസ് സിംബലൈസ് ചെയ്യുന്നതാണത് എന്നായിരുന്നു അവൻ പറഞ്ഞത്. ഇതേ സമയം ബാത്റൂമിൽ ഇൽവുവും ജാഹൂനും സംഘവും തമ്മിൽ ശക്തമായ ഫൈറ്റ് നടക്കുകയായിരുന്നു. ജാഹൂൻ അടുക്കൽ നിന്നും പൊട്ടിയ ചില്ലുപയോഗിച്ച് ആക്രമണം നേരിട്ടെങ്കിൽ പോലും ഇൽവു തിരിച്ചടിച്ചുകൊണ്ടിരുന്നു. തന്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് കഴിയാവുന്ന പോലെ എതിരാളികളെ അവൻ അടിച്ചിട്ടു. പക്ഷേ എന്നിരുന്നാലും ജാഹൂനെ അടിച്ച് താഴെയിടാൻ അവന് സാധിച്ചില്ല. ഈ സമയമായിരുന്നു ചോ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കാര്യങ്ങൾ ചോ തന്റെ കയ്യിലേക്കെടുത്തു. ഒളിപ്പിച്ചു വെച്ചിരുന്ന അയൺ റോഡ് അവിടെ നിന്നെടുത്ത് അതുപയോഗിച്ച് ജാഹൂനെയും വോൾവോവിന്റെ മരണത്തിന് കാരണമെന്ന് കരുതപ്പെടുന്നവരെയും ചോ തന്നെ കൊലപ്പെടുത്തി. ഇൽവുവിന് ആക്കഴിച്ച കണ്ട് നെട്ടലോട് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ.
വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ചോ അത് ചെയ്തു എന്ന് ചോദിക്കാൻ കഴിയുന്നതിന് മുമ്പേ മുറിവേറ്റ അവശതയിലായിരുന്ന അവൻ ബോധരഹിതനായി താഴെ വീണു. ആശുപത്രിയിലേക്ക് അവൻ മാറ്റപ്പെട്ടു. സാൻഹുവാൻ അവനെ പരിചരിക്കാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതേ സമയം ചോ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും മറ്റുമുണ്ടായി. തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ചോ പ്രതിയായി മാറുകയും ചെയ്തിരുന്നു. വൈകാതെ വിചാരണ നടന്നു. വിചാരണ സമയത്ത് റിലീസായി കഴിഞ്ഞിരുന്ന സാൻഹുവാൻ ചോയുടെ വിചാരണയ്ക്കെത്തി. ചോയുടെ മുഖത്ത് തുപ്പുകയും ചോയ്ക്ക് നേരെ ഒരു പേപ്പർ വലിച്ചെറിയുകയും ചെയ്തു. ചോ ആ പേപ്പർ തുറന്നു നോക്കി. മുമ്പ് സാൻഹുവാൻ വരച്ച റെഡ് ട്രയാങ്കിളിന്റെയും കറുത്ത സർക്കിളിന്റെയും ചിത്രം തന്നെയായിരുന്നു അത്. പക്ഷേ അതിന് സൈഡിൽ മറ്റൊന്നുകൂടി അവൻ വരച്ചു ചേർത്തിരുന്നു. ഒരു വെന്റിലേറ്റർ സൂചിപ്പിക്കുന്നതായിരുന്നു അത്. അത് ഞെട്ടലോടെ ചോ നോക്കിക്കണ്ടു. ആ ചിത്രം സാന്റാക്ലോസ് കോസ്റ്റ്യൂം ധരിച്ച് വോൾവോവിന്റെ വീട്ടിലെത്തി വോൾവോവിനെ അബ്യൂസ് ചെയ്യുന്ന ചോയുടെ ചിത്രമായിരുന്നു. ചോ വോൾവോവിനെ പീഡിപ്പിച്ചിരുന്നതും മറ്റും സാൻഹുവാൻ അറിയാമായിരുന്നു. ചോയോട് വളരെയധികം വിദ്വേഷം സാൻഹുവാൻ ഉണ്ടായിരുന്നെങ്കിലും ചോ തന്നെ ജാഹുവിനെയും മറ്റുള്ളവരെയും കൊന്നതിൽ അവന് സന്തോഷവും തോന്നിയിരുന്നു. ചോയ്ക്ക് കോടതി 4 കൊല്ലം തടവ് ശിക്ഷ വിധിച്ചു. ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ശേഷം സെല്ലിലേക്ക് എത്തിയ ഇൽവു വോൾവോ പറഞ്ഞിരുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചു. സാന്റാക്ലോസ് തന്നെ കാണാൻ വരാറുണ്ടെന്നും തനിക്ക് നൂഡിൽസ് തരാറുണ്ടെന്നും തന്നെ സാന്റാക്ലോസിന് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെയായിരുന്നു വോൾവോ പറഞ്ഞുകൊണ്ടിരുന്നത്. വോൾവോ പറച്ചിൽ തുടരുമ്പോൾ ഉറങ്ങാൻ കിടന്നിരുന്ന ഇൽവു വോൾവോവിന്റെ പറച്ചിൽ തടഞ്ഞു നിർത്തും. ചെവി പൊത്തിപ്പിടിച്ചു കിടക്കും. വോൾവോ പറഞ്ഞുകൊണ്ടിരുന്നത് അവൻ പിന്നീട് കേട്ടിരുന്നതേയില്ല. കാര്യങ്ങളൊക്കെ ചേർത്ത് വായിച്ചപ്പോൾ എല്ലാത്തിന്റെയും പിന്നിൽ ചോ ആയിരുന്നു എന്ന് ഇൽവുവിന് തോന്നി. കാര്യങ്ങൾ ഉറപ്പിക്കുവാൻ ഒരവസരമുണ്ടാക്കി ഇൽവു ചോയെ ജയിലിൽ ചെന്ന് കണ്ടു. വോൾവോവിന്റെ മരണത്തിന് ചോവാണോ കാരണമെന്ന് ചോദിച്ചപ്പോൾ ചോ അല്ലെന്ന് പറഞ്ഞു. പക്ഷേ വോൾവോവിനോട് തനിക്ക് സ്നേഹമായിരുന്നെന്നും അവനോട് വല്ലാത്ത അഫക്ഷൻ ഉണ്ടായിരുന്നു എന്നും ചോയ് സമ്മതിച്ചു. ഡിറ്റൻഷൻ സെന്ററിൽ വോളണ്ടിയറായി താൻ ജോലി നോക്കാൻ തന്റെ കാരണം തന്റെ പ്രിയപ്പെട്ട വോൾവോവിനെ മർദ്ദിച്ച ജാഹുവിനോടും കൂട്ടുകാരോടും പ്രതികാരം തീർക്കുവാൻ വേണ്ടിയാണ് എന്നും ചോ പറഞ്ഞു. പക്ഷേ ഇൽവു വന്നതോടെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി. ഒടുവിൽ ഇൽവുവിനെ സംരക്ഷിക്കാനും പ്രതികാരം തീർക്കുവാനും താൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു എന്ന് ചോ പറഞ്ഞു. വാൾവുവിന് വേണ്ടി തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അതാണ് എന്നും ചോ പറഞ്ഞു. ഇൽവു ഇല്ലെങ്കിൽ പ്രതിയാകുമെന്നും അത് വോൾവോ ആഗ്രഹിക്കുന്നില്ല എന്നും അയാൾ കൂട്ടിച്ചേർത്തു. ഇൽവു നല്ല രീതിയിൽ ജീവിതവുമായി മുമ്പോട്ടു പോകാൻ ചോ അവനെ ഉപദേശിച്ചു. പക്ഷേ ചോയുടെ വാക്കുകൾ ഇൽവുവിനെ ദേഷ്യം പിടിപ്പിച്ചതേയുള്ളൂ. ചോ വോൾവോവിനെ ഉപദ്രവിച്ചിരുന്നതൊന്നും അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും അവന് സാധിക്കുമായിരുന്നില്ല. വോൾവോവിന്റെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ സത്യങ്ങൾ തനിക്കറിയണം എന്നിൽവു പറഞ്ഞുകൊണ്ടിരുന്നു. ചോക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുമ്പേ ഗാർഡുകൾ വന്ന് ദേഷ്യത്തിൽ പ്രശ്നമുണ്ടാക്കിയ ഇൽവുവിനെ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. നടന്ന കാര്യങ്ങൾ ചോ ചിന്തിച്ചു. ജാഹൂനും സംഘവും വോൾവോവിനെ അന്ന് രാത്രിയിൽ നല്ല രീതിയിൽ മർദ്ദിച്ചിരുന്നു. പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്ന അവൻ തിരികെ സ്റ്റോറിലെത്തി നോക്കുമ്പോൾ എല്ലാം അലങ്കോലമായി കിടക്കുന്നതാണ് കണ്ടത്. പ്രശ്നമില്ലാതിരിക്കാനും ജോലി പോവാതിരിക്കാനും അവനൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും നല്ല രീതിയിൽ നടന്നില്ല. തന്നെ കൊണ്ട് ഒറ്റയ്ക്കത് സാധിക്കില്ല എന്ന് വോൾവോ തിരിച്ചറിഞ്ഞു. ആ സമയമായിരുന്നു ചോ അങ്ങോട്ടേക്ക് എത്തുന്നത്. ചോ വോൾവോവിനെ സമാധാനിപ്പിക്കുകയും അടുത്തുള്ള ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ച് ചോ അവനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വോൾവോ അതിനെ എതിർക്കാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ വോൾവോവിന്റെ വായ പൊത്തിപ്പിടിക്കാൻ ചോ ശ്രമിക്കുമ്പോൾ മൂക്കും അടഞ്ഞുപോയി. ശ്വാസം മുട്ടി വോൾവോ മരണപ്പെടുകയായിരുന്നു. വല്ലാതെ പാനിക്കായ ചോ വോൾവോവിന്റെ മൃതശരീരം വാട്ടർ ടാങ്കിലിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. തന്റെ തെറ്റുകളെ പറ്റി ആലോചിച്ച ചോയ്ക്ക് താൻ ഈ ജയിലിൽ കഴിച്ചുകൂട്ടുന്നത് തന്റെ തെറ്റിനുള്ള പാപപരിഹാരമായി തോന്നി. അതുകൊണ്ട് ആരെയും എതിർക്കാതെ ആ കാലം മുഴുവൻ ജയിലിൽ തുടരുവാനും അയാൾ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെയിരിക്കെ ഒരു ഇൻമേറ്റ് വന്ന് ചോയെ പരിചയപ്പെട്ടു. തന്നെ അയച്ചത് ജാഹുവിന്റെ പാരന്റ്സ് ആണ് എന്നയാൾ ഒരു ഭാവത്തോടെ ചോയോട് പറഞ്ഞു. തന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ചോ അതോടെ തിരിച്ചറിയുകയായിരുന്നു. അധികം വൈകാതെ ഇൽവു ജയിൽ മോചിതനായി. തന്റെ പഴയ അപ്പാർട്ട്മെന്റിലേക്ക് ഇൽവു ചെന്നു. അവിടെ പുതിയൊരു ഫാമിലി താമസത്തിന് വന്നിരുന്നു. ഡിസബിൾഡ് ആയ ഒരു പയ്യനുള്ള ഒരു ഫാമിലിയായിരുന്നു അത്. ഇൽവു പിന്നീട് സാൻഹുവാനെ ചെന്ന് കണ്ടു. ഇരുവരും റൂഫ് ടോപ്പിൽ കയറി നിന്ന് വോൾവുവിനെ പറ്റി ഓർത്തു. വോൾവുവിനോട് ആദരം പ്രകടിപ്പിച്ച് അവരിരുവരും പണ്ട് വോൾവു ആഗ്രഹിച്ചിരുന്ന പോലെ അവരോട് പറഞ്ഞിരുന്ന പോലെ ക്രിസ്തുമസ് കരോൾ ഗാനം പാടി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.